ആവശ്യങ്ങളും ഉണ്ടാകും, അത്യാവശ്യങ്ങളും ഉണ്ടാകും. അത്യാവശ്യം എന്ന് പറയുമ്പം അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ മുൽത്തറാകുകയാണ്, നിർബന്ധിക്കപ്പെടുകയാണ്. നമ്മൾ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. നേരെ മറിച്ച് കാശ് കിട്ടിയാൽ ഇപ്പോൾ ആവശ്യമില്ലാത്തല്ല ആരാ? കാശ് നമ്മളെ കയ്യുമ്മലുണ്ടാകുമ്പോഴാണല്ലോ പലതും തോന്നിപ്പോകും, പലതിനും തോന്നും. കാശില്ലെങ്കിൽ പിന്നെ അടങ്ങി ഒതുങ്ങി അങ്ങനെ നിന്നോളൂ. അപ്പോൾ ഉള്ളതിനനുസരിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് വേണ്ടതും. ഏതായാലും ഇങ്ങനെ അത്യാവശ്യമൊന്നും അല്ല ഈ പറയുന്ന രൂപത്തിൽ ഇങ്ങോട്ട് വീട്ടാൻ പറ്റാത്ത രൂപത്തിലുള്ള കടം വാങ്ങൽ, അത് കടുത്ത ഹറാമാണ്. അങ്ങനെ കടം വാങ്ങരുത് എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹഫത്തുൽ മുഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കിതാബു സലമൽ നോക്കിയാൽ കാണും, കടം കൊടുക്കുന്നോടത്ത് എന്ന് പറഞ്ഞാണ്ട്. അടുത്ത അതിൻ്റെ 5-ാം വള്ളത്തിൻ്റെ 64-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നു, അത്രക്ക് അത്യാവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരാളുടെ മേലിൽ എന്താണ് മുൽത്തറൊന്നും ആയിട്ടില്ല എന്നർത്ഥം. അങ്ങനെ വാങ്ങൽ നിർബന്ധമായിട്ട് വന്നിട്ടൊന്നുമില്ല. അങ്ങനല്ലാത്ത ഒരാൾ ഇങ്ങനെ കടം വാങ്ങൽ ഹറാമാകും. എപ്പം? ഒന്നിരിക്കൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ വയ്ക്കണം, അല്ലെങ്കിൽ അതിന്റെ സമയം പറയുമ്പം ആ സമയത്തെങ്കിലും കൊടുക്കാൻ കഴിയണം. നമുക്കറിയാം, ഒരു മാസത്തിന് പറഞ്ഞിട്ട് ചില ആളുകൾ അങ്ങനെ ഒരു മാസത്തിന് വാങ്ങും. അടുത്ത മാസം 1-ാം തീയതി തരാമെന്ന് പറയും. ഇയാൾക്ക് അറിയാം ഈ ഒരു അടുത്ത മാസം 1-ാം തീയതി എവിടുന്ന് എടുത്തു കൊടുക്കണ് കിട്ടൂല എന്നറിയാം. ഇങ്ങോട്ട് പച്ച നോണ പറഞ്ഞാണ് വാങ്ങും. അപ്പം എന്നാൽ അത് അത്യാവശ്യമാകുന്ന സമയത്ത് അത് അത്യാവശ്യമാകുന്ന സമയത്ത് വേണ്ടി വരും. അതവിടെ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു